മണി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അതിൽ കൺവേർഷൻ പറഞ്ഞു. കൺവേർഷൻ ഓഫ് പൈസ ഇൻറ്റു റുപ്പീസ്, കൺവേർഷൻ ഓഫ് റുപ്പീസ് ഇൻറ്റു പൈസ. അടുത്തത് മണിയുടെ അഡീഷനും സബ്ട്രാക്ഷനും. മണി എങ്ങനെ ആഡ് ചെയ്യുന്നത്, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അതില് പേജ് നമ്പർ 76 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ 1, add 28 rupees, sorry, add rupees 28.15, rupees 16.35 and rupees 74.65. ഏതൊക്കെ ആഡ് ചെയ്യണ്ടേ? റുപ്പീസും പൈസയാണ് ആഡ് ചെയ്യുന്നത്. റുപ്പീസ് 28.15, 28 rupees 15 paise, 16 rupees 35 paise, 74 rupees 65 paise. ഇത്രയാണ് ആഡ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പൈസ എല്ലാം കൂടി അങ്ങ് ആഡ് ചെയ്യാം. ആദ്യം പൈസ ആഡ് ചെയ്യാം. പൈസയില് 5 + 5 + 5, 15 5 എഴുതാ, റിമൈനിങ് 1 ക്യാരി ഓവർ ചെയ്തു തൊട്ടടുത്ത പ്ലേസിലേക്ക്. എന്നിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്യാം. 1 + 1 2, 2 + 3 5, 5 + 6 11ന്റെ 1 നമ്മൾ എവിടെ എഴുതി? റിമൈൻഡർ 1 റുപ്പീസിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. 1 + 8 9, 9 + 6 15, 15 + 4 19, 19ന്റെ 1 again ക്യാരി ഓവർ ചെയ്യുന്നു. 1 + 2 3, 3 + 1 4, 4 + 7 11. അപ്പൊ എത്ര കിട്ടിയ ആൻസർ? 119 rupees 15 paise. ഇത് ആഡ് ചെയ്തത് മനസ്സിലായോ? ആഡ് ചെയ്തത് മനസ്സിലായോ? ഓക്കെ, ഇനി സബ്ട്രാക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ 2, സബ്ട്രാക്ട് 27.75 from rupees 30.60. rupees 30.60 നിന്ന് 30 rupees 60 പൈസയിൽ നിന്ന് ഇതാണ് റുപ്പീസ്, ഇതാണ് പൈസ. 30 rupees 60 പൈസയിൽ നിന്ന് 27 rupees 75 പൈസ മൈനസ് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? സാധാരണ ചെയ്യുന്നതുപോലെ നമ്മള് ലെങ്തിന്റെയും ബ്രെഡ്ത്തിന്റെ ഒക്കെ ചെയ്തതല്ലേ? ആണോ? ഓക്കെ, സാധാരണ ചെയ്തതുപോലെ റൈറ്റ് സൈഡിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് തുടങ്ങാം. 0യിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? 6ൽ നിന്ന് ഒരു 1 ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവിടെ 10 ആയി. ഇവിടെ 5 ഉള്ളൂ. 10ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 5. ഈ 5ൽ നിന്ന് 7 മൈനസ് ചെയ്യാൻ പറ്റില്ല. ഈ 0യിൽ നിന്ന് ഒരു 1 ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ ഇവിടെ 0 ആണുള്ളത്. അപ്പൊ ഇവിടുന്ന് 3യിൽ നിന്ന് ഒരു 1 ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ ഇവിടെ 10 ആയി. ഇവിടെ 2 ഉണ്ട്. 10ൽ നിന്ന് ഒരു 1 അങ്ങോട്ട് ബോറോ ചെയ്താൽ ഇവിടെ 9 ഉണ്ട്. ഇവിടെ 15 ആയി. 15ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ 8. 9ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ 2. 2ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 0. അപ്പൊ എത്ര കിട്ടി? 2 rupees 85 paise. 2 rupees 85 paise.
സബ്ട്രാക്ഷൻ മനസ്സിലായല്ലോ? പേജ് നമ്പർ ഒന്നുകൂടി പറഞ്ഞുതരാം. പേജ് നമ്പർ 77 എടുത്തേ. പേജ് നമ്പർ 77 എക്സസൈസ് 3.2. അതിൽ ആഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് റുപ്പീസും പൈസയും. ഫസ്റ്റ് വൺ റുപ്പീസ് 74. ഇത് നോട്ടിലേക്ക് എഴുതിക്കോ. 74 rupees 23 paise. 74 rupees 23 paise. Next 16 rupees 28 paise. And 25 rupees 54 paise. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ആദ്യം പൈസ ആഡ് ചെയ്യാം. പൈസ ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ആഡ് ചെയ്യാം. 3 + 8 11, 11 + 4 15, 5 എഴുതുക. റിമൈനിങ് 1 തൊട്ടടുത്ത പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. 1 + 2 3, 3 + 2 5, 5 + 5 10ന് 0 എഴുതി. 10ന്റെ 1 റുപ്പീസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. 1 + 4 5, 5 + 6 11, 11 + 5 16, 6 എഴുതി. അഗെയിൻ 1 തൊട്ടടുത്ത പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. 1 + 7 8, 8 + 1 9, 9 + 2 11. 116 rupees 5 paise. മനസ്സിലായോ? ആഡ് ചെയ്യാൻ മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞുതരാം. ബാക്കി 2 എണ്ണം നിങ്ങൾ ചെയ്താൽ മതി. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ റുപ്പീസ് പൈസ rupees 15.10, 15.10, 15 rupees 10 paise. And 36 rupees 90 paise. 57 rupees 75 paise. എന്ത് ചെയ്യണം? പൈസ ഒക്കെ ആഡ് ചെയ്യണം. 0 + 0 + 5 5, 1 + 9 10, 10 + 7 17, 7 എഴുതാം. 1 റുപ്പീസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. 1 + 5 6, 6 + 6 12, 12 + 7 19, 19 9 എഴുതി. അഗെയിൻ 1 അടുത്ത പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. 1 + 1 2, 2 + 3 5, 5 + 5 10. 109 rupees 75 paise. ₹109.75. ഇനി മൂന്നാമത്തതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയേ. Second one, subtraction second one. Rupees paise. 195 rupees 65 paise minus 60 rupees 15 paise.
Subtract ചെയ്യുമ്പോൾ 5 minus 5 0, 6 minus 1 5, 5 minus 0 5, 9 minus 6 3, 1 minus 0 1, 135 rupees. ₹135 50 paise. ആ നോട്ടിലേക്ക് എഴുതിക്കോ. സബ്ട്രാക്ഷൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നാലാമത്തെ നിങ്ങൾ ചെയ്താൽ മതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 368 rupees 35 paise minus 29 rupees 42 paise. ഫൈവിൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 3 എന്ന് കിട്ടും. 3യിൽ നിന്ന് 4 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് 1 ബോറോ ചെയ്താൽ ഇവിടെ 13 വരും. ഇവിടെ ബാക്കി 7 ഉള്ളൂ. 13 നിന്ന് 4 മൈനസ് ചെയ്താൽ 9. 7ൽ നിന്ന് 9 മൈനസ് ചെയ്യാൻ പറ്റില്ല. സോ 1 ബോറോ ചെയ്യുന്നു. ഇവിടെ 5 ബാക്കിയുണ്ട്. ഇവിടെ 17 ആയി. 17ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ 8 കിട്ടും. 5ൽ നിന്ന് 2 മൈനസ് ഇവിടെ 1 ബോറോ ചെയ്തതുകൊണ്ട് 6ന് പകരം 5 ആണുള്ളത്. 5ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 3 അതേപോലെ താഴേക്ക് എടുത്ത് എഴുതുക. 338 rupees 93 paise. നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. 16 rupees 36 paise minus 12 rupees 16 paise. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതായിരുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ. 16 rupees 36 paise minus 12 rupees 16 paise. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ 0. 3ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 2. 6ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 4 rupees 20 paise. അഡീഷനും സബ്ട്രാക്ഷനും മനസ്സിലായല്ലോ. അഡീഷനും സബ്ട്രാക്ഷനും മനസ്സിലായല്ലോ. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. എങ്ങനെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യുന്നത്? എങ്ങനെ ചെയ്യും? റുപ്പീസും പൈസ ഇതേപോലെ കോളം ആക്കി എഴുതിയിട്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഒറ്റൊരു ഡിജിറ്റ് ആക്കി എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാം. രണ്ട് മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. എക്സസൈസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. പേജ് നമ്പർ 78 എക്സസൈസ് 3.3 മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ rupees 35.75 by 8. rupees
35.75നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ ചെയ്യും? ആദ്യം വേണമെങ്കിൽ നമുക്ക് കോളം ആക്കിയിട്ട് അറേഞ്ച് ചെയ്യാം. റുപ്പീസ് പൈസ 35 rupees 75 പൈസ. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാം? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ അഡീഷൻ ചെയ്ത പോലെ തന്നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം പൈസേനെ മൾട്ടിപ്ലൈ ചെയ്യാം. 5 into 8 14 0 എഴുതി, റിമൈൻഡർ 4. 7 into 8 66 plus 4 60. 60 0 എഴുതി, റിമൈൻഡർ 6. 5 into 8 40. 40 plus 6 46 ന് 6 എഴുതി, again റിമൈൻഡർ 4. 3 into 8 24. 24 plus 4 28. 286 rupees എന്ന് കിട്ടും. അതും അല്ലെങ്കിൽ ഇങ്ങനെ കോളമായിട്ട് അറേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ 35 rupees 75 പൈസ, rupees 35.75 എന്നുള്ളത് ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് 3575 എന്ന് എഴുതാം. എന്നിട്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0 0 5 into 8 40. 40 plus 6 46. Remainder 4. 3 into 8 24 plus 4 28 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മള് റുപ്പീസും പൈസയും എഴുതുമ്പോൾ പൈസ 2 ഡിജിറ്റ് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് 286 എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു പോയിന്റ് ഇടുക, 00 എഴുതുക. റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഡയറക്റ്റ് പോയിന്റ് ഒഴിവാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഡെസിമൽ പോയിന്റ് ഒഴിവാക്കി റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് കൗണ്ട് ചെയ്തിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ റുപ്പീസ് 286 എന്ന് കിട്ടും. രണ്ട് മെത്തേഡ് മനസ്സിലായോ? മൾട്ടിപ്ലൈ ചെയ്യുന്ന മനസ്സിലായോ? അതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റുപ്പീസ് 73.30 into 15. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഏത് മെത്തേഡിലും ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡില് ഒന്ന് ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. എനിക്ക് തോന്നുന്നു ഇത് ചെയ്യാനുള്ള എളുപ്പം ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിക്കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7330 into 15. 5 into 0 0. 3 into 5 15 5. Remainder 1. 3 into 5 15 plus 1 16. Remainder 1. 7 into 5 35 plus 1 36. 1 into 0 0. 1 into 3 3. 1 into 3 again 3. 1 into 7 7. Add ചെയ്യുമ്പോൾ 0 5 6 plus 3 9. Again 6 plus 3 9. 7 plus 3 10. ഇത്രയാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഇത് റുപ്പീസ് ആക്കി എഴുതുന്ന സമയത്ത് റുപ്പീസ് എന്ത് ചെയ്താൽ മതി? റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് കഴിഞ്ഞതിന് ശേഷം ഡെസിമൽ പോയിന്റ് ഇടാം. അതായത് 1099.50.
എന്റെ ആൻസർ തെറ്റിപ്പോയി. പോയ കുഴപ്പമൊന്നുമില്ല, തെറ്റുന്ന സാധാരണ അല്ലേ. ഇതുപോലെ ചെയ്യുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ എളുപ്പം. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ആ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം വരുന്നത് പൈസയും അതിന് മുന്നേ വരുന്നത് റുപ്പീസും. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കിക്കോ. അതേ ക്വസ്റ്റ്യനിലെ 7ാമത്തത്. $142.25 rupees 142.25 into 13 എത്രയാണെന്ന് കണ്ടുപിടിച്ചേ. ₹142.25 into 13. Multiply ചെയ്യുമ്പോൾ 3 into 5 15, remainder 1, 2 into 3 6, 6 plus 1 7, 2 into 3 6, 4 into 3 12 into 2, remainder 1, 1 into 3 3 plus 1 4, 1 into 5 5, 1 into 2 2, again 1 into 2 2, 1 into 4 4, 1 into 1 1. Add ചെയ്യുമ്പോൾ 5 7 plus 5 12 into 2, remainder 1, 1 plus 6 7, 7 plus 2 9, 2 plus 2 4, 4 plus 4 8 1. ഇനി റുപ്പീസിലേക്കും പൈസയിലേക്കും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? ലാസ്റ്റ് 2 ഡിജിറ്റിന് തൊട്ട് മുന്നേ ഡെസിമൽ പോയിന്റ് ഇടാം. അപ്പൊ എത്ര കിട്ടും ആൻസർ? റുപ്പീസ് 1849.25. That is 1849 rupees 25 paise. ഇതന്നെയാണോ കിട്ടിയേ? ആണോ? തെറ്റിപ്പോയ കുഴപ്പമൊന്നുമില്ല, മൾട്ടിപ്ലൈ ചെയ്യുന്നത് തെറ്റുന്നതല്ലേ, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പോ കട്ട് ആവുകയാണേ. നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ജോയിൻ ചെയ്യട്ടോ.